ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ടിഗാസ് PhD വാലാർ സ്കോളർഷിപ്പ് അതിന്റെ അപ്ഡേറ്റ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് ഈ ടിഗാസ് PhD വാലാർ സ്കോളർഷിപ്പ്? ഈ പ്രോഗ്രാം അയർലാൻഡിലെ കാർഷിക മേഖലയും ഭക്ഷ്യശാസ്ത്രത്തിലും ഉയർന്ന PhD ഗവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഒരു അവസരമാണിത്. അയർലാൻഡിലെ കാർഷിക വികസന അതോറിറ്റി വിവിധ ഐറിഷ് സർവകലാശാലകളുമായിട്ട് UCD, UCC പോലെയുള്ളവയുമായി ചേർന്ന് നടത്തുന്ന കാർഷിക ഭക്ഷ്യശാസ്ത്ര മേഖലയിലെ ഗവേഷണത്തിനുള്ള മുൻനിര PhD ഒരു പ്രോഗ്രാമാണിത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾക്കും അപേക്ഷാ നടപടികൾക്കും കരിയർ ഗൈഡൻസിനും ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനുമായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഈ പ്രോഗ്രാമിലൂടെ എന്തൊക്കെ കോഴ്സസുകൾ നമുക്ക് ഗവേഷണത്തിനായിട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഗവേഷണ മേഖല ഡയറി ഫാം, അതുപോലെ മൃഗാരോഗ്യ പരിപാലനം, അഗ്രി ഫുഡ് എഞ്ചിനീയറിംഗ്, ഡേറ്റാ സയൻസ് തുടങ്ങിയ പ്രായോഗിക മേഖലകളെല്ലാം നമുക്കൊരു ഗവേഷണ മേഖലകളായിട്ട് തിരഞ്ഞെടുക്കാം. ഇതിന്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് പ്രതിവർഷം ഐറിഷ് പൗണ്ട് 31,000 ആണ് നമുക്ക് ലഭിക്കുന്നത് 4 വർഷത്തേക്കായിട്ട്. അത് 40 ലക്ഷത്തോളം ഇന്ത്യൻ മണി, ഏകദേശം ഒരു 40 ലക്ഷത്തിന് അവിടെ മേലെയായിട്ട് വരാൻ സാധ്യതയുണ്ട്. യൂണിവേഴ്സിറ്റി ഫീസ് അതുപോലെ പ്രതിവർഷം നമുക്ക് ഐറിഷ് പൗണ്ട് ഒരു 60,000 രൂപ വരെ ട്യൂഷൻ ഫീസ് ആയിട്ട് ഉൾപ്പെടും. അതുപോലെ തന്നെ 4 വർഷത്തേക്ക് ഫുൾ ടൈം PhDക്ക് ആയിട്ടാണ് ഈ ഒരു പൈസ നമുക്ക് അവർ തരുന്നത്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സയൻസ്, വെറ്റിനറി മെഡിസിൻസ്, ആനിമൽ സയൻസ്, ഫുഡ് സയൻസ്, അങ്ങനെ ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ്, അതുപോലെ ഡാറ്റാ സയൻസ് ഓപ്പറേഷൻസ്, അതുപോലെ അനുബന്ധ വിഷയങ്ങളെല്ലാം ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ നിങ്ങൾ MS ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്. ചില പ്രോജക്റ്റുകൾക്ക് മികച്ച BSc ഓണേഴ്സ് ഡിഗ്രിക്കും പ്രവൃത്തി പരിചയവും അവർ അംഗീകരിച്ചേക്കാം. അതുപോലെ തന്നെ ഇതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോജക്റ്റുകൾ, അതായത് ചില പ്രോജക്റ്റ് പ്രസക്തമായ പ്രവൃത്തി പരിചയം, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡയറി ഫാം അനുഭവം അല്ലെങ്കിൽ ഒരു ഡാറ്റ അനാലിസിസ്, ഒരു മെഷീൻ ലേണിംഗ് എന്നിവയിലെല്ലാം ഒരു മുൻഗണന നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യം IELTS അത്തരത്തിലുള്ള സ്പെഷ്യൽ കോഴ്സസുകളിൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്താണോ ഈ ഐറിഷ് ഗവൺമെന്റ് പറയുന്ന ആ ഒരു സ്കോർ നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡയറി ഫാം പ്രോജക്റ്റുകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതും ഫാമുകളിൽ ജോലി ചെയ്യാനുള്ള കഴിവും ആവശ്യമായിട്ട് വന്നേക്കാം. എങ്ങനെയാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണതിനായിട്ട് ഇൻസൈറ്റ് 360 ഡയറക്ട്ലി നിങ്ങൾക്ക് ഈ ഒരു പേജ് ഫോളോ ചെയ്താൽ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഡയറക്ട്ലി ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. ഇൻസൈറ്റ് 360 ഡയറക്ട്ലി നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഫയൽ നമ്മൾ ഇതിനായിട്ട് തയ്യാറാക്കണം. ഫസ്റ്റ് നിങ്ങൾ ഒരു അക്കാദമിക്കൽ ഒരു CV നിങ്ങളുടെ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ തന്നെ അക്കാദമിക്കൽ ട്രാൻസ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ ഒരു കവർ ലെറ്റർ നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇവയെല്ലാം ഒരു PDF ഫയലായിട്ട് സംയോജിപ്പിച്ച് നിങ്ങൾ പ്രസക്തമായ നിങ്ങളുടെ പരിചയം, പ്രവൃത്തി പരിചയം, ഫാം വർക്ക്, പ്രോഗ്രാമിംഗ്, ഡാറ്റ അനാലിസിസ് ഹൈലൈറ്റ് എല്ലാം ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇമെയിൽ അയക്കണം. നമ്മൾ ഒരു പ്രോജക്റ്റ് റെഫറൻസ് നമ്പർ വെച്ചിട്ട് ഒരു ഇമെയിൽ ഇവർക്ക് നമ്മൾ അയക്കേണ്ടതായിട്ടുണ്ട്. അവസാന തീയതിക്ക് മുൻപ് തന്നെ നിങ്ങൾ അപേക്ഷ പ്രിപ്പയർ ചെയ്ത് അപേക്ഷിക്കാനായിട്ട് നോക്കുക. സമയപരിധി കഴിഞ്ഞ് കിട്ടുന്നതൊന്നും തന്നെ അവർ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു മികച്ച അപേക്ഷ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ട ടിപ്സ് എന്ന് നമുക്ക് നോക്കാം. ഒരു 80% പേരിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ സഹായിക്കുന്നത് എന്തൊക്കെ ടിപ്സ് അതിന് വേണ്ടി നമ്മൾക്ക് എടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു കവർ ലെറ്റർ കൃത്യമായി തന്നെ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളുടെ കവർ ലെറ്റർ പ്രൊജക്റ്റിനായി മാത്രം തയ്യാറാക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് മികച്ച സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് വ്യക്തമായിട്ടും ആ കവർ ലെറ്ററിൽ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ എടുത്തു കാണിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡാറ്റ മോഡലിംഗ്, അതുപോലെ അങ്ങനത്തെ അത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലാബിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ അതെല്ലാം, ഇത്തരത്തിലുള്ള സാങ്കേതിക കഴിവുകളെല്ലാം തന്നെ പ്രത്യേകമായിട്ട് നിങ്ങൾ പരാമർശിച്ചുകൊണ്ട് തന്നെ അത് മെൻഷൻ ചെയ്ത് ഒരു CV പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഗവേഷണ പരിചയം, നിങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പുകൾ എന്നിവയെല്ലാം വിശദമായിട്ട് തന്നെ ഉൾപ്പെടുത്താം. അതുപോലെ ശക്തമായ റെഫറൻസുകൾ, നിങ്ങളുടെ ഗവേഷണ കഴിവിനും ജോലിയിലും അർപ്പണബോധത്തിലും സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന സൂപ്പർവൈസർമാരെ നിങ്ങൾ റെഫറൻസിനായിട്ട് നൽകുക.
അതുപോലെ നിങ്ങൾ വിദേശത്ത് നിന്നാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വിസ, താമസ സൗകര്യങ്ങൾ എന്നിവ നേരത്തെ തന്നെ നിങ്ങൾ പരിശോധിച്ച് ഇതിന് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷയോടൊപ്പം സാധാരണയായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കേണ്ട രേഖകൾ എന്ന് പറയുന്നത് പുതിയൊരു CV, ഗവേഷണ പരിചയം വിശദമാക്കുന്ന ഒരു CV നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. കവർ ലെറ്റർ, അതുപോലെ അക്കാദമിക് ട്രാൻസ്ക്രിപ്റ്റുകളോട് കൂടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, റെഫറൻസിനായി അക്കാദമിക് പ്രൊഫഷണൽ കോൺട്രാക്ട് വിവരങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്ന IELTS പോലെയുള്ള സ്കോറുകളുടെ ഒരു ഡീറ്റെയിൽസ്. ഇത്തരത്തിലുള്ള ഡീറ്റെയിലുകളെല്ലാം തന്നെ നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു സ്കോളർഷിപ്പിനെ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് November 11th, 2025 ആണ്. ഈ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയണം, നമ്മുടെ മെന്റേഴ്സുമായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിലോ DM-ലോ നിങ്ങൾ 360 എന്ന് ടൈപ്പ് ചെയ്ത് ഡയറക്ട്ലി ഇൻസൈഡ് 360യുടെ മെന്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്.